കൊരിന്ത്യ ലേഖനത്തിലാണ് നമ്മൾ ഈ ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 12 മുതൽ 31 വരെയുള്ള വേദവാക്യങ്ങളെയാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലെ ചില വാക്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ബാക്കി വാക്യങ്ങൾ വായിക്കുന്നില്ല, മറിച്ച് നമുക്കതിലെ ചിന്തകളിലേക്ക് കടന്നു പോകാം. 28-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യ ലേഖനം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. ലേഖനം എഴുതി വരുമ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗ്യത്തിനകത്ത് സഭ എന്ന് പറയുന്ന ഒരു ആത്മീയ ശരീരത്തെ പറ്റിയാണ് വിശദമാക്കുന്നത്. ഞാൻ അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സഭ എന്ന ആത്മീയ ശരീരം, ചർച്ച് ആസ് എ സ്പിരിച്വൽ ബോഡി എന്ന കാര്യത്തെ സംബന്ധിച്ചായിരിക്കും. അതിനകത്ത് ആ ആശയത്തിൽ നിന്നുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ അതിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ വേദഭാഗത്തിനുള്ളിൽ നമുക്ക് 2-3 പ്രധാനപ്പെട്ട ആശയങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവസഭയെ ഒരുമിപ്പിച്ച് നിർത്തുവാനും വളരുവാനും സഹായിക്കുന്നത്. അതിനെപ്പറ്റിയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം സഹവർത്തിത്വം അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ്. സഹവർത്തിത്വം അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ്. രണ്ടാമത്തത് ശാക്തീകരണം എന്ന് പറയുന്ന ആശയമാണ്. ശാക്തീകരണം അല്ലെങ്കിൽ എംപവർമെൻറ്റ് എന്ന് പറയും. മൂന്നാമത്തത് പങ്കുവയ്ക്കൽ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. ഷെയറിങ് എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നാം വായിച്ച വാക്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. സഭ എന്നുള്ള ദൈവികമായ പദ്ധതി, ദൈവം ആഗ്രഹിക്കുന്ന ദൈവികമായ ഒരു മർമ്മം, അത് നമ്മളിന്ന് കാണുന്ന അത്ര പോലെ എളുപ്പമുള്ളൊരാശയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെരിഫറലായുള്ളൊരു വാക്യമാണ് നമ്മൾ മനസ്സിലാക്കുക. ആളുകൾ കൂടി വരിക, അസംബിൾ ചെയ്യുക, ഒരുമിച്ച് കൂടുക, അങ്ങനെയുള്ള അടിസ്ഥാനമായ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളതിനെ കാണുന്നത്. ആളുകൾ കൂടി വരുന്നൊരിടം അല്ലെങ്കിൽ വരുന്ന ഒരു അനുഭവം അത്രമായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും സഭയെന്ന് പറയുമ്പോൾ മനസ്സിലാകുക. പക്ഷേ അത് കേവലം ഒരു ജനത്തിൻ്റെ മനുഷ്യരെ കൂടിവരവ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ജൈവ ഘടനയായിട്ടത് മാറുന്നുണ്ട്. ഒരു ജീവനുള്ള ശരീരമായിട്ട് മാറുന്നുണ്ട്. അവിടെ മാത്രമേ അതിന് നിലനിൽപ്പും വളർച്ചയും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കാരണം ബേസിക്കലായിട്ട് അടിസ്ഥാനമായിട്ട് നമ്മളിത്ര മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ കർത്താവിനെ അറിയുന്നു, കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുന്നു, ആരാധനയ്ക്ക് പോകുന്നു, വന്നു ചേരുന്നു. ഇങ്ങനെ അടിസ്ഥാനപരമായൊരു കാര്യത്തിലാണ് നമ്മളതിനെ തളച്ചിടുന്നത് നമ്മുടെ മനസ്സിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു ജൈവ ഘടനയാണ്, വളരുന്ന ജീവനുള്ളൊരു ഘടനയാണ്. അതുകൊണ്ടാണ് ദൈവം അതിനാവശ്യമായിട്ടുള്ള ചില ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആരൊക്കെയാണ്? 3 നിയമനങ്ങൾ. ഈ എഫേസ്യ ലേഖനത്തിലാണ് 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ പഠിച്ച 5 വിധത്തിലുള്ള ശുശ്രൂഷകളെന്ന് പറയുന്ന പോലെ. പക്ഷേ അതിൻ്റെ വേറൊരു ഫോമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്, 3 നിയമനങ്ങളെ പറ്റി. ഒന്നാമത് എന്ന് എണ്ണി പറയുക. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ്.
എന്തായിരിക്കും അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്? ഈ 3 നിയമനങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും? സഭയുടെ വളർച്ച, നിലനിൽപ്പ്, മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ്. അപ്പോൾ സഭ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, സഭ നിലനിൽക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതിനെ നിലനിർത്താനും വളർത്തുവാനുമായിട്ട് ദൈവം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന, എന്തിനാണ് ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യം? എന്തിനാണ് രാജ്യത്ത് പോലീസ് ഓഫീസേഴ്സ് എന്തിനായിരിക്കാം? എന്തിനാണ് ഒരു രാജ്യത്ത് ഗവൺമെൻറ് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? എന്തിനായിരിക്കും ഒരു രാജ്യത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും നിയമനങ്ങളും കളക്ടർ പോലെ നിയമനങ്ങൾ വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു കണ്ടക്റ്റ് ഉണ്ടാകണം, ശരിയായിട്ടുള്ളൊരു ചലനം ഉണ്ടാകണം, ശരിയായ ഒരു ജീവിത ക്രമം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നിയമനങ്ങളെ മനുഷ്യർ തന്നെ വെച്ചിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണ് സഭയ്ക്കകത്തും അതുപോലെ ദൈവികമായ നിയമനങ്ങളുണ്ടെന്ന് നമ്മൾ അറിയണം. ആ ദൈവിക നിയമനങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താലാണ് ദൈവസഭയ്ക്ക് അതിൻ്റെ അർത്ഥത്തിലും സാരത്തിലും ഗുണപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതില്ലാത്തടത്തോളം കാലം അത് കേവലം കുറേ മനുഷ്യരുടെ കൂടിവരവ് മാത്രമായിട്ട് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി തുടക്കത്തിൽ വരുന്ന, അല്ലെങ്കിൽ ദൈവസഭയുടെ തുടക്കങ്ങൾ കുറിക്കുന്ന ആളുകളാണ് അപ്പോസ്തലന്മാർ. രണ്ടാമത് പ്രവാചകന്മാരാണ്, ദൈവശബ്ദമായി മാറുന്ന ആളുകൾ, നമ്മൾ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതാണ്. മൂന്നാമത് ഉപദേഷ്ടാക്കന്മാരാണ്, കാര്യക്രമമായി പഠിപ്പിക്കുകയും ജനത്തെ നിലനിർത്തുകയും ചെയ്യുന്ന ഉപദേഷ്ടാക്കന്മാർ. ഇങ്ങനെ ഓരോരുത്തരെ ദൈവം നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം. അപ്പോൾ രോഗശാന്തികളുടെ വരം എന്ന് പറയുമ്പോൾ ആ വരപ്രാപ്തരായ ആളുകൾ സഭയിലുണ്ടെങ്കിൽ രോഗികളായ ആളുകളുടെ പ്രശ്നത്തിനകത്ത് അവരിടപെടും. രോഗത്തിലായ ആളുകൾ വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വിടുതലിലേക്ക് അവരെത്തിക്കുവാനും അവർക്ക് ആ വരപ്രാപ്തി ഉള്ളതുകൊണ്ട് അതിന് സാധിക്കും. അത് സഭയ്ക്കുള്ളിൽ മാത്രമല്ല, സഭയ്ക്ക് പുറത്തും അതിന് സാധ്യതകളുണ്ട്. പിന്നെന്താണ്? വീര്യപ്രവൃത്തികൾ, അസാധാരണമായ കാര്യങ്ങൾ സഭയിൽ നടക്കും. സഭ എന്ന് പറയുമ്പോൾ കേവലം ആളുകൾ വന്ന് ഞായറാഴ്ച വന്ന് ആരാധന മടങ്ങിപ്പോകുന്ന സംവിധാനത്തിലാണെങ്കിൽ ഈ വചനപ്രകാരം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ വീര്യപ്രവൃത്തികൾ നടക്കുന്ന സഭയിലേക്ക് ആശയറ്റ മനുഷ്യർ വരും, പ്രതീക്ഷയില്ലാത്ത മനുഷ്യർ വരും, ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ തകർന്നുപോയ മനുഷ്യർ വരും. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, വീര്യമായ അവിടുത്തെ ശക്തിയാലുള്ള വലിയ പ്രവൃത്തികൾ നടക്കും. അപ്പോൾ അതിനുള്ള കൃപയുള്ളവരുണ്ടാവണം, വരപ്രാപ്തരുണ്ടാകണം. പിന്നെ എന്താണ്? സഹായം ചെയ്യാനുള്ള വരം, സഹായിക്കുവാനുള്ള ഒരു വരമുണ്ട്. നമുക്ക് സഹായിക്കുവാൻ ഇഷ്ടമുണ്ട്, അത് നാച്ചുറലാണ്, നമ്മളിലുണ്ട്. പക്ഷേ സഹായിക്കാൻ വരപ്രാപ്തരായ ആളുകളുണ്ട്. അവർക്ക് അവരെക്കാളും കഴിഞ്ഞൊരു പക്ഷേ ചിലപ്പോൾ സഹായിക്കാൻ കഴിയുമായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ വരപ്രാപ്തരായ ആളുകൾക്ക് കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ആളുകളെ, ജനത്തെ പിടിച്ചു നിർത്തുവാൻ, സഹായിക്കുവാൻ, അവരെ താങ്ങി നിർത്തുവാനൊക്കെയുള്ള കഴിവുണ്ടായിരിക്കും, അതിനുള്ള ബലമുണ്ടായിരിക്കാം. ഭാഷാവരമുണ്ട്, പരിപാലനത്തിനുള്ള കൃപയുണ്ട്, വരമുണ്ട്. ജനങ്ങളെ പരിപാലിക്കുവാൻ, പ്രതിസന്ധിയിൽ പോകുമ്പോൾ അവരെ താങ്ങി നിർത്തുവാനുള്ള പരിപാലനത്തിനുള്ള വരമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ വരങ്ങളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ടീച്ചേഴ്സ് അവരെ നിയമിച്ചിരിക്കുന്നു. മറ്റ് കൃപാവരങ്ങൾ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ദൈവം സഭയിലേക്ക് ചെയ്യുവാൻ കാരണം, സഭ എന്ന് പറയുന്നത് കേവലം കുറേ മനുഷ്യരുടെ കൂട്ടമെന്ന് മാത്രമല്ല, അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൈവഘടനയാണ്, ജീവനുള്ള ഒരു സംവിധാനമാണത്. അത്തരത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ സഭയ്ക്കകത്ത് എനിക്കും നിങ്ങൾക്കും വളരാനായിട്ട്, ഉയരാനും മുന്നോട്ട് പോകാനും കഴിയത്തുള്ളൂ. അങ്ങനെ സഭാഭൂമിയിൽ വളരത്തുള്ളൂ. അതുകൊണ്ടാണ് നാം ചെയ്യുന്ന അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. സഹായം ചെയ്യാനുള്ള നമ്മളെ പ്രാപ്തിയും വരവും കൃപയുള്ളവരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ, എനിക്ക് തോന്നുന്നു ഈ മറ്റ് ആളുകളിലേക്ക് നമ്മുടെ സഹായങ്ങൾ എത്തിക്കുവാനൊക്കെ ശ്രമിക്കുന്ന അങ്ങനെ ആയിരിക്കാം. അവരിൽ ആ കൃപാവരം ഉള്ളതുകൊണ്ടായിരിക്കാം. ഭാഷാവരം ഉള്ളവരുണ്ട്, വിവിധമായ ഭാഷകളിൽ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്. നോക്കുക, ദൈവസഭയ്ക്കകത്ത് വരങ്ങളെ നൽകുകയും അധികാരങ്ങളെ അല്ലെങ്കിൽ ദൈവികമായ നിയമനങ്ങളെ നടത്തുകയും ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വന്ന് കൂടിപ്പോവുക എന്നുള്ള പരിപാടിയല്ല. അതാ ഒരിക്കലും പറഞ്ഞു, യേശു കർത്താവിൻ്റെ കാലത്ത് ഒത്തിരി ആളുകൾ കൂടി വന്നു, ഒത്തിരി ആളുകൾ അവിടെ വന്നു ചേർന്നു, അവർ അപ്പം കഴിച്ചു, അവർ വിടുതൽ പ്രാപിച്ചു, അവർ മടങ്ങിപ്പോയി. അവർ സഭയായിട്ടൊന്നും രൂപാന്തരപ്പെട്ടിട്ടില്ല, ജനക്കൂട്ടമായിരുന്നത്. ആ ജനക്കൂട്ടത്തിന് നാളെ വേണമെങ്കിൽ തിരിഞ്ഞു നിൽക്കാനും കഴിയും.
പക്ഷേ സഭ എന്ന് പറയുന്ന ജൈവഘടന അങ്ങനെയല്ല. ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ കീഴെ വളരെ സംയുക്തമാക്കി യോജിപ്പിക്കട്ടെ, വളരെ വൃത്തിയായി വളരെ വ്യക്തമായി സംയോജിപ്പിക്കപ്പെട്ട ഒരു ജൈവഘടനയാണ്. അതിന് അർത്ഥവ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതുമാണ്: എല്ലാവരും പ്രവാചകന്മാരാണോ? അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണോ? അല്ല. എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ടോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളുടെ അർത്ഥം എന്താണെന്നറിയാമോ? വളരെ വ്യക്തമാണ്. നമ്മളിലെല്ലാം വ്യത്യസ്തതകളുണ്ട് എന്നുള്ള അറിവാണ്. ഇപ്പം ഞാൻ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റായ ചിന്താധാരയാണ്. ഞാൻ ആരാധിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് പോലെ ചിലപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഞാൻ വ്യത്യസ്തമായിട്ടാണ് ദൈവരാജ്യത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവരാജ്യത്തിൽ പ്രയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിൽ അവർ റോളുകൾ ചെയ്യുന്നുള്ള ബോധ്യത്തോടെ മാത്രമേ ഇന്ന് പകൽക്കാലം ഇവിടുന്ന് പുറത്തു പോകാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേവലം ഇവിടെ വന്ന് പാട്ടുപാടി ആരാധിച്ചു, വചനം കേട്ടിട്ട് പോയി എന്നല്ല വിചാരിക്കേണ്ടേ. കർത്താവ് എന്നെ വ്യത്യസ്തമായ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഉറപ്പിച്ചിട്ടേ ഇന്ന് ഇവിടുന്ന് പുറത്ത് പോകാവുള്ളൂ. കർത്താവ് അങ്ങനെയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നിങ്ങളത് ഏതെങ്കിലും പർപ്പസ് ഇല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ലക്ഷ്യമൊന്നുമില്ലാത്ത അവിടെ ഇരിക്കുമ്പോഴാണ് ചൈനീസ് ഭക്ഷണത്തിൻ്റെ കാര്യം. നിങ്ങൾക്ക് ചൈനീസ് ഭക്ഷണം താല്പര്യമില്ല, നിങ്ങളത് എടുക്കാൻ പോവോ? ഇല്ലല്ലോ, എടുക്കത്തില്ല. അറേബ്യൻ ഭക്ഷണമാണ്, അത് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ എടുക്കില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. ഇത് സാമ്പാറിന് കൊള്ളാം, അല്ലേ? സാമ്പാറിന് കൊള്ളാം, ഇത് തോരന് കൊള്ളാം, അങ്ങനെ ചിന്തിച്ചിട്ടല്ലേ എടുക്കുക. അങ്ങനെയാണ് നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തുകൊണ്ടല്ലോ, കൃത്യമായ ബോധ്യത്തോടെയാണ്, കൃത്യമായ അറിവോടെയാണ്, കൃത്യമായ ചിന്തയോടെയാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവിന് പ്ലാൻ ഇല്ലാത്തതില്ല. പക്ഷെ എവിടെ പ്രശ്നം എന്നറിയാമോ? ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മളെപ്പറ്റി കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടെത്താറില്ല. പലപ്പോഴും നമ്മളിങ്ങനെ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ബസ്സിൽ കയറി നമ്മളിങ്ങനെ തന്നെ അങ്ങ് ഒഴുകി പോവില്ല, അങ്ങനെ പോകുന്ന പോലെ നമ്മളങ്ങ് പോവുക. അങ്ങനെയല്ല വേണ്ടേ. ഇന്ന് കൃത്യമായിട്ടും കർത്താവിനോട് നമ്മൾ ചോദിക്കണം, കർത്താവ് എന്താണ് സ്പെസിഫിക്കലി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിന് ഞാൻ എന്താണ് ചെയ്തു തീർക്കേണ്ടത് എന്ന് ചോദിക്കണം. ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മ്യൂസീഷ്യനായിട്ടായി പരിപാടി എൻ്റെ ഒരു കരിയറൊക്കെ ആരംഭിക്കുന്നത്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ വണ്ടിയുടെ ഏറ്റവും പുറകിലിരിക്കുക വാനിൻ്റെ. അപ്പോൾ പാലക്കാടാണ് അന്നത്തെ പ്രോഗ്രാം, വൈകിട്ടത്തെ. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോവുക മൂവാറ്റുപുഴയിൽ നിന്ന്. അങ്ങനെ പോകുമ്പോൾ രാവിലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്, അവരവരുടെ രീതിയിൽ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന അങ്ങ് പോവുക. പക്ഷേ ഈ പുറകിരിക്കുന്ന എനിക്ക് ഒരു വല്ലാത്തൊരു ചിന്ത അന്ന്, ഞാൻ ഒരു ബേസ് ഗിറ്റാറിസ്റ്റ് മാത്രമാണോ? ഞാൻ ഇതാണോ ഞാൻ? അങ്ങനെ ചിന്തിച്ച് കുറേ കഴിഞ്ഞ് ഈ ചിന്ത കുറേ വല്ലാതെ അങ്ങോട്ട് ഭീഷണമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ കേവലം ഒരു ഗിറ്റാറിസ്റ്റ് അല്ല, അങ്ങനെയല്ല ഞാൻ അവസാനിക്കുന്നത്. ഇതെൻ്റെ പല കഴിവുകളിൽ ഒരെണ്ണം മാത്രമാണെന്ന് എൻ്റെ തലയിൽ എനിക്ക് തിരിച്ചറിയുക. എൻ്റെ ഒരു ദിവസം സംഭവിച്ച ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാനൊരു ഗിറ്റാറിസ്റ്റായിട്ട് മരിക്കേണ്ട ആളാണോ? ഇങ്ങനെ എൻ്റെ ഉള്ളിലെ ചോദ്യം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പേര് ഞാനൊരു ഗിറ്റാറിസ്റ്റ് എന്നുള്ളതാണോ? ആ പ്രോഗ്രാമിൽ ഞാൻ പാലക്കാട് ചെല്ലുമ്പോൾ ഞാൻ തിരിച്ചറിയുമോ? അങ്ങനെയല്ല. ഞാൻ ഇതായിട്ടല്ല മരിക്കേണ്ടത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അവസാനിപ്പിച്ച് പോകുമ്പോൾ എൻ്റെ അഡ്രസ്സ് ഇങ്ങനെയല്ല ആവേണ്ടത് എന്നൊരു ഉറപ്പിലേക്ക് ഞാൻ എത്തിപ്പെടുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്രയായിരുന്നു. നമ്മളിന്നീ പോകുന്ന ഒരു യാത്രയുണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ചില അഡ്രസ്സുകൾ, നമ്മൾ നേടിയ ചില നേട്ടങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളില്ലേ, അതാണോ നമ്മൾ? അത്രയേ ഉള്ളൂ നമ്മൾ? അതിൽ പരിമിതമാണോ നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ ചോദിക്കണം. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പണമുണ്ടാക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ശരി തന്നെയാണ്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാം ശരി. പിന്നെയും ചോദിക്കണം, ഇത് തന്നെയാണോ? ഇത് മാത്രമേ എന്നിലുള്ളൂ?
ഇതാണോ ഞാൻ എത്തേണ്ട പോയിന്റ്? ഇതാണോ ഞാൻ മാക്സിമം എത്തിച്ചേരേണ്ടത്? നമ്മളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, എന്നിൽ കുറെ കൂടെ തെളിഞ്ഞ് ചില കാര്യങ്ങൾ വരാനുണ്ട്, എന്നിൽ ചില വരങ്ങൾ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്, എന്നിൽ ചില ദൈവകൃപകൾ കുറെ കൂടെ നന്നായിട്ട് തെളിഞ്ഞ് വരേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ചോദിക്കുന്നത് എല്ലാവരും വീര്യപ്രവർത്തി ചെയ്യുന്നവരാണോ? അല്ല. പക്ഷെ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണോ? അല്ല. എന്നാൽ ചിലർ ഉപദേഷ്ടാക്കന്മാരാണ്. ഞാൻ കണ്ട ഒരു കാര്യം ജീവിതത്തിലെ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇങ്ങനെയാണ്. നമുക്കൊരു മറ്റൊരാളിലുള്ള കൃപയോ മറ്റുള്ള കഴിവിനെയോ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മളിലുള്ള കഴിവിനെ പറ്റി നമുക്ക് ബോധ്യമില്ലാതെ വരുമ്പോഴാണ്. നമ്മളെന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യമില്ലാതെ വരുമ്പോഴാണ് മറ്റൊരാളെ, ആ ആളുടെ കഴിവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ നമുക്ക് വരുന്നൊരു പ്രശ്നം. അതാണ് സ്വാഭാവികമായിട്ടും വരുന്നത്. നമുക്ക് ആദ്യമുണ്ട്, അതാണ് ഒരു തിയറി ഇങ്ങനെയാണ്, നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മറ്റൊരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ പറ്റണം. നമ്മളിലുള്ള കൃപയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്നാലേ നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലേ നമുക്ക് കാണുന്നതെല്ലാം ഞാൻ അതാണെന്ന് തോന്നും. ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, എനിക്കും ട്രാൻസ്ലേഷന് കഴിവുണ്ടെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവും. കഴിഞ്ഞ പ്രാവശ്യം എന്നെ നിർബന്ധിച്ചാണ് അവിടെ കയറ്റി നിർത്തുക. എനിക്ക് ആ പരിപാടി അറിയത്തില്ല, ഞാനത് ചെയ്യുന്ന കാര്യമേ അല്ല. പക്ഷേ എന്നോട് നിർബന്ധം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അധികാരങ്ങൾ പറയുമ്പോൾ നമ്മൾ കേൾക്കണമല്ലോ, അങ്ങനെയാണ് ഞാൻ നിന്നത്. ചില കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ഡൽഹിയിലൊക്കെ വെച്ച് മധ്യപ്രദേശിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട്, നീ ഇതുവരെ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചില്ല ഇത്രയും പ്രായമായിട്ടും? ഇല്ല, അതെനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ആ കാലത്ത് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഗിറ്റാറിൻ്റെ പുറകെയായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഏരിയ, എൻ്റെ ഡ്രീം അതായിരുന്നു, എൻ്റെ ഫീൽ അതായിരുന്നു. അപ്പോൾ നമ്മളിൽ ചിലതുണ്ട്, ചിലതില്ല. എന്താണ് നിങ്ങളിലുള്ളത് എന്നിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കിത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുക. ഇതിന് ശരിയായ ഒരു സംയോജനത്തിലാണ് സഭയുടെ നിലനിൽപ്പ്. ഇന്ന് പൽക്കാലം അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവരാജ്യത്തിൽ കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ വരുന്നു, ഈ ആരാധനയ്ക്കായി കൂടിച്ചേരുന്നു, കർത്താവേ ഞാൻ എന്താണ് ചെയ്തു തീർക്കേണ്ടത് എന്ന് കർത്താവിന് നമുക്ക് ചോദിക്കാൻ കഴിയണം. ഈ ഒരു കാര്യം ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഒരു 3 പ്രിൻസിപ്പിൾസാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം സഹവർത്തിത്വം എന്നാണ് ഞാൻ പറഞ്ഞത്. 12-ാമത്തെ വാക്യം മുതൽ അത് താഴേക്ക് വരുമ്പോൾ ഒരു 21-ാമത്തെ വാക്യം വരെ, 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21-ാമത്തെ വാക്യം വരെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അത് വിശദീകരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നത്, ശരീരം ഒന്നാണ്. നമ്മൾ പലരാണെങ്കിലും ശരീരം ഒന്നാണ്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ ആഴം മനസ്സിലായോ? യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ദാസന്മാരുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്. ഇതാ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലോകത്ത് കാണുന്ന എല്ലാ കൂട്ടങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സമാനതകളുള്ള ആളുകളുടെ കൂട്ടമാണ്. നിങ്ങൾ ലയൺസ് ക്ലബ് എന്ന് കേട്ടിട്ടുണ്ട്? ഒരു പ്രത്യേക സ്റ്റാൻഡേർഡുള്ള ആളുകളെ ഉണ്ടാകത്തുള്ളൂ. ലോകത്തുണ്ടാകുന്ന പല അത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കും സമാന സ്വഭാവങ്ങളും സമാന കഴിവും പ്രാപ്തിയുള്ളവരാണ് സാധാരണയായി കൂടിച്ചേരുന്നത്, അല്ലേ? അങ്ങനെയാണ്. നിങ്ങൾ കൂട്ടി വയ്ക്കൂ. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു കൂട്ടായ്മ ശ്രദ്ധിച്ചിട്ടില്ലേ? IAS ഓഫീസേഴ്സിൻ്റെ കൂട്ടായ്മകൾ, അല്ലേ? സമാന കഴിവും പ്രാപ്തിയുമുള്ളവരാണ് കൂടി. വ്യത്യസ്തമായ ആളുകൾക്ക് എങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയും? അതാണ് ചോദ്യം. വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ശേഷികളും കഴിവുകളും സാമൂഹ്യ അധികാരങ്ങളും ഒരുമിച്ച് കൂടാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അത് സാധിക്കില്ല, കഴിയില്ല. അവിടെയാണ് സഭയുടെ പ്രത്യേകത. സഭ വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. അവിടെ ആരൊക്കെയുണ്ടെന്നറിയാമോ? അവിടെ യഹൂദന്മാരുണ്ട്, അവിടെ യവനന്മാരുണ്ട്. ഈ രണ്ട് ഒരു കാരണവശാലും യോജിക്കുന്നവരല്ല ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ. യഹൂദൻ എപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടു, ദൈവം ഞങ്ങളുടേതാണ്, യഹോവ ഏതും ഞങ്ങളുടേതാണെന്ന് വിശ്വസിക്കുന്നവരാണ്. മറ്റുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് അകലെ എന്ന് വിശ്വസിക്കുന്നവരാണ് യഹൂദൻ. അപ്പോൾ തന്നെ
യവനൻ അല്ലെങ്കിൽ ഗ്രീക്കുകാരൻ എന്ന് വിളിക്കുന്നവൻ, അവനും ഈ യഹൂദൻ തമ്മിൽ ഒരു കാരണവശാലും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമേ ഇല്ല. പക്ഷെ സഭയ്ക്കകത്ത് അതിനുള്ള സാധ്യതയുണ്ട്. ഇനി സ്വതന്ത്രരോ ദാസരോ, ചിലർ മുതലാളിമാരും ചിലർ തൊഴിലാളികളുമാണ്. ചിലർ വണ്ടിയുടെ ഉടമകളാണ്, ചിലർ വണ്ടികൾ വാടകയ്ക്ക് ഓടിക്കുന്നവരാണ്, ചിലർക്ക് ഭൂ ഉടമകളാണ്, ചിലർ ഭൂമിയിൽ പണിയെടുക്കാൻ പോകുന്നവരാണ്. ഹല്ലേലൂയ. വ്യത്യാസം മനസ്സിലായോ? ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതാണ് തിരിച്ചറിയുന്നത്. നമ്മളെല്ലാം ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. അതിലും കുറേ കൂടെ ആഴമേറിയ പദപ്രയോഗം നിങ്ങൾക്ക് പറയാം, ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. നമ്മളെല്ലാം എന്തായിരിക്കും അറിയാമോ? ഒരേ ആത്മാവാണ്. നമ്മൾ പാനം കുടിച്ചിരിക്കുന്നു. സ്നാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ മുങ്ങി എന്നർത്ഥത്തിൽ നമുക്ക് എടുക്കാം, സ്നാനം ചെയ്യുക. പക്ഷെ പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതകത്തും ആയി, പുറത്തും ഒരേ ആത്മാവ്, അകത്തും ഒരേ ആത്മാവ്. അപ്പോൾ മൊത്തം കണ്ടീഷനായപ്പോൾ എങ്ങനെയായി? അകവും പുറം ഒരുപോലെ ദൈവത്തിൻ്റെ സത്യാത്മാവിനാൽ ഒരു കണ്ടീഷൻ ചെയ്യപ്പെട്ട മനുഷ്യരില്ലേ നമ്മൾ? ആണ്. ചില ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുറേ നാൾ വെച്ചുമ്പോൾ അതിൻ്റെ അകത്തേക്കും ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ആ സ്വാദ് ഇറങ്ങുകയൊക്കെ ചെയ്യില്ലേ? ഇറങ്ങും. മധുരമാണ് മധുരം ഇറങ്ങും ഇല്ലേ? മസാലയാണ് മസാല ഇറങ്ങും ഇല്ലേ? ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഏത് ഭാഗം കഴിച്ചാൽ എന്തുണ്ടാവും? സെയിം ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഏറെക്കുറെ അങ്ങനെയാണ് നമ്മളെല്ലാം. ഒരേ ആത്മാവിലാൽ സ്നാനപ്പെടുകയും ഒരേ ആത്മാവിനെ പാനം ചെയ്യുകയും ചെയ്ത നമ്മളിൽ വ്യത്യസ്തമായി ഒന്നുണ്ടാകാൻ സാധ്യത കുറവാണ്. ഏറെക്കുറെ എല്ലാത്തിനും ഒരേ ടേസ്റ്റായിരിക്കും, ഒരേ സ്വഭാവമായിരിക്കും. ആ തിരിച്ചറിവാണ് ഈ വ്യത്യസ്ത മനുഷ്യരെ ഒരുമിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നത് അല്ലേ? സാമ്പാറിനകത്ത് പലതരം കഷ്ണങ്ങളിട്ടാലും നമ്മൾ കഴിക്കുമ്പം ഏറെക്കുറെ ഒരേപോലെ ടേസ്റ്റൊക്കെ അല്ലേ വരിക? എന്നൊക്കെ പോലെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തതകളെ കൂട്ടി യോജിപ്പിക്കുന്നിടത്താണ് ദൈവാത്മാൻ. അതുകൊണ്ടാണ് കോ എക്സിസ്റ്റൻസ്, ഞാൻ പറഞ്ഞ സഹവർത്തിത്വം. ഇനി നമുക്കൊന്ന് വായിക്കാം, 12 മുതൽ 20 വരെ ഒന്ന് വായിക്കണം. ഒന്ന് കേട്ടിരിക്കണം എല്ലാവരും. ശരീരം ഒന്നും അതിനെ അവയവം പലതും ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരം ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല പലതത്രേ. ഞാൻ കൈ അല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയുമില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോടെ നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. മതി മതി. കണ്ടോ, വളരെ വ്യക്തമല്ലേ? ഇത് കൂടുതൽ വിശദമായിട്ടൊരു കാര്യം എങ്ങനെ പറഞ്ഞു തരിക? വചനം വളരെ കൃത്യമാണ്. എനിക്കിതിനെ ആവശ്യമില്ല എന്ന് ഒരവയവത്തിന് മറ്റവയവത്തോട് പറയാൻ കഴിയില്ല. എനിക്കിതിനെ ആവശ്യമുണ്ട്. നിങ്ങളുടെ കാല് നോവുമ്പോൾ അല്ലെങ്കിൽ കൊതുക് കടിക്കുമ്പോൾ കൈ അനങ്ങാതിരിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എന്തായിരിക്കും അതിൻ്റെ കാരണം? ഒന്നെങ്കിൽ കൈ കെട്ടിവെച്ചിരിക്കുകയാവും, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൈക്ക് സ്വാധീനമില്ലാതിരിക്കുക. ഈ 2-3 കാരണങ്ങളാലാണ് കൈ അനങ്ങാതിരിക്കത്തുള്ളൂ. ഇല്ലേ നോർമലി നമ്മുടെ കൈ കാലിൻ്റെ അടുത്ത് ചെല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൈ എവിടെയെങ്കിലുമൊക്കെ ലോക്ക് ചെയ്ത് ബന്ധിച്ച് വെച്ചിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഓട്ടോമാറ്റിക്കലി ആ ശരീരത്തിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കും, ഒന്ന് തലോടാൻ, ഒന്ന് തടവാൻ, ആ വേദനയ്ക്ക് പരിഹാരം വരുത്താൻ. അത് കഴിയുന്നില്ല, കൈക്ക് എന്തോ അപകടം പറ്റിയെന്ന അർത്ഥം. അങ്ങനെ അല്ലെങ്കിൽ തലയിൽ നിന്നുള്ള ആ സന്ദേശത്തെ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ശരീരത്തിന് എവിടെ എന്ത് സംഭവിച്ചാലും തലച്ചോറിൽ നിന്ന്, ആരാണ് തലച്ചോറ്? ക്രിസ്തുവാണ് തല. അവിടെ നിന്നൊരു സന്ദേശം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സഭയുടെ ഇന്ന ഭാഗത്ത് പ്രശ്നമുണ്ട്,
നിനക്ക് അവിടെ റോളുണ്ട് എന്ന് നമുക്ക് സന്ദേശം വരും. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാറില്ല. കാരണം എന്താണ്? ആ സന്ദേശം വന്നാൽ പോലും അത് സ്വീകരിക്കാൻ പറ്റാത്തത് നമ്മൾ ഹാൻഡിക്യാപ്ഡാണ്. നമ്മൾ പലപ്പോഴും ക്ഷീണിതരാണ്, നമ്മൾ പലപ്പോഴും ബന്ധിതരാണ്. നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല. സന്ദേശം വരാഞ്ഞിട്ടല്ല, ദൈവാത്മാവ് ഓർമ്മിപ്പിക്കാഞ്ഞിട്ടല്ല, പക്ഷെ പലപ്പോഴും നമുക്കതിന് കഴിയില്ല. കാരണം എന്താണ്? ആ സന്ദേശത്തെ, തലയിൽ നിന്നുള്ള സന്ദേശത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു അവയവം എന്ന നിലയ്ക്ക് പലപ്പോഴും എനിക്ക് കഴിയാറില്ല. നടക്കേണ്ടടുത്ത് നടക്കാനോ ഓടേണ്ടടുത്ത് ഓടാനോ കാലെന്ന നിലയ്ക്ക് എനിക്ക് കഴിയാറില്ല പലപ്പോഴും. അങ്ങനെ ഓരോ അവയവങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നിടത്താണ് ആ ശരീരത്തിന് ബലവും വളർച്ചയും ഉണ്ടാകുക. ഇങ്ങനെയാണ് പറയുന്നത്, നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്ന് ഒരവയവത്തിന് മറ്റൊരു അവയവത്തോട് പറയാൻ കഴിയില്ല. കണ്ണിന് കണ്ണും കാലിന് കാലിനും ചെവിക്ക് ചെവിയും എല്ലാം ചേർന്നാൽ മാത്രമേ സഭ എന്ന് പറയുന്ന ആ ശരീരം, ഇതാണ് വ്യത്യസ്ത മതങ്ങളിലൂടെ എങ്ങനെയാണ് സഭ ഉരുത്തിരിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞ വാക്കിങ്ങനെ പറയാൻ കാരണം. സഹവർത്തിത്വം എന്ന് പറയാൻ കാരണം നമുക്ക് സഹവർത്തിത്വം, മ്യൂച്വലി നമുക്ക് സഹകരിച്ചും പരസ്പരം കൊണ്ടും കൊടുത്തും മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. സഭ എങ്ങനെയാണ് വളരുന്നത്? രണ്ടാമത്തെ കാര്യം ശാക്തീകരണം എന്ന് ഞാൻ പറഞ്ഞത്, അതൊരു എംപവർമെൻ്റാണ്. 22 മുതലുള്ള വാക്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നു. ഒന്ന് വായിക്കാമോ? ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികാരം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം മതി. നോക്കിക്കേ, ഇനി ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് വേറൊരു രീതി കണ്ടോ? ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ഇനി നമുക്ക് തോന്നും ചില അവയവങ്ങൾക്ക് എന്തുണ്ട്? ബലം കുറവാണ്. ചില അവയവങ്ങൾക്ക് ബലം കുറവാണ്. പക്ഷേ അത് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അത് എങ്ങനെ സൂക്ഷിക്കണമെന്ന് ഒരു ശരീരത്തിൻ്റെ സംവിധാനം പറയുന്നുണ്ട്. ഹൃദയം എവിടെ വെച്ചിരിക്കുന്നത്? ഒരു വലിയ എല്ലിൻ്റെ പ്രൊട്ടക്ഷനകത്താണ് ഹൃദയം വെച്ചിട്ടുള്ളത്. ലങ്സ് എവിടെ വെച്ചിട്ടുള്ളത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലുകളുടെ ഉള്ളിലാണ് സൂക്ഷ്മതയോടെ വെച്ചിരിക്കുക. അത് പക്ഷേ അതിന് ആവശ്യമുണ്ടോ? ഉണ്ട്. കാണാൻ, പക്ഷെ പുറത്ത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബലം കുറഞ്ഞത് നമുക്ക് തോന്നുന്ന അവയവങ്ങൾ ആവശ്യമുള്ളതാണ്. ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് മാത്രം മതി എന്ന് ഡ്രൈവർ തീരുമാനിച്ചാൽ വണ്ടി ഓടുമോ? ഈ ചെറിയ നട്ടൊന്നും വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ ഇതൊക്കെ മെനക്കേടാണ് എന്നങ്ങ് വിചാരിച്ചാൽ ഇത് സംഗതി എത്ര ഓടും? അത് നമ്മൾ തിരിച്ചറിയണം. ദൈവമാണ് ഒരു സഭയ്ക്കകത്ത് ബലം കുറഞ്ഞതിനെയും നിയമിച്ചിട്ടുള്ളത്. ഇനി മുന്നോട്ട് നോക്കിക്കേ, അതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ബലം കുറഞ്ഞ കളിയിൽ അവിടുന്ന് അതിനെ വിശദീകരിക്കുകയാണ്. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. അഴവ് കുറഞ്ഞതിനെ നമുക്ക് അധികം അഴക് വരുത്തുന്നു. അല്ലേ? നമ്മൾ അഴക് വരുത്തുന്നുണ്ട്. നമ്മളുടെ ഭംഗി കുറഞ്ഞ മുടിയൊക്കെ നമ്മൾ ഭംഗി വരുത്താൻ നോക്കും. അല്ലേ? കൈകാലുകൾക്ക് ഭംഗി വരുത്താൻ നോക്കും. എവിടെയാണ് ഭംഗി കുറവ് നമുക്ക് തോന്നിയാൽ അവിടെയെല്ലാം നമ്മൾ ഭംഗി വരുത്തും, അഴക് വരുത്താൻ നമ്മൾ നോക്കും. അതുകൊണ്ട് 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആരാ ഈ പണി ചെയ്തിട്ടുള്ളത്? ദൈവമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഭിന്നത വരാതിരിക്കേണ്ടതിന് എന്ത് ചെയ്തിരിക്കുന്നു? കുറവുള്ളതിന് അധികം മാനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ കുറവുള്ളതിനെ മാനം കൊടുത്ത് ദൈവം എന്താക്കുന്നു? ബലമുള്ളതാക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ ചിലത് കുറവുള്ളപ്പോൾ ചിലത് നമ്മളിൽ ദൈവം തന്നിട്ടുണ്ട്. അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ, ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചില നന്മകളും ചില നേട്ടങ്ങളും ദൈവം തന്നിട്ടില്ലേ? ചില കഴിവുകളും പ്രാപ്തികളും ദൈവം തന്നിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയെന്നറിയാമോ? നമുക്ക് കിട്ടാത്തതിനെ പറ്റിയായിരിക്കും. എനിക്ക് പൈസയില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സൗന്ദര്യമില്ല, ഇല്ലാത്തതിനെ പറ്റി നമ്മൾ പറയുക. പക്ഷെ ദൈവസഭയ്ക്കകത്ത് ദൈവം ചെയ്തെങ്ങനെയാണെന്നറിയാമോ? ഉള്ളതും കൂടെ ചെയ്തിട്ടാണ് ദൈവം ചെയ്തത്. ചിലത് ഇല്ലെങ്കിൽ ചിലത് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ളതാണ് നമ്മളെ ദൈവം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം. ഹല്ലേലൂയ. ചിലതില്ല, സത്യമാണ്.
ഇല്ലാതെ തന്നെയാണ് ദൈവം ആണ്. ഇല്ലായ്മയോടുകൂടി തന്നെയാണ് ദൈവം സഭയിൽ നിയമിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ദൈവം ചിലത് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ചില കാര്യങ്ങൾ കുറവാണ്, പക്ഷേ നിനക്ക് ചില കാര്യങ്ങൾ ദൈവം തന്നതിനെ നിലനിർത്തിയിട്ടുണ്ട്. നിനക്ക് വാക്സാമർഥ്യം കുറവാണെന്ന് ആരാ പറഞ്ഞറിയോ? മോശ പറഞ്ഞു, എനിക്ക് വാക്സാമർഥ്യമില്ല, സംസാരിക്കാൻ പ്രാപ്തിയില്ല. വേണ്ട. പക്ഷേ 40 വർഷം കൊണ്ട് മോശ പഠിച്ചൊരു കാര്യമുണ്ട്. എന്നറിയാമോ? ക്ഷമയുടെ നെല്ലിപ്പല വരെ പുള്ളി പോവും. ആ പ്രാപ്തി മോശയ്ക്കുണ്ട്. എത്ര പേര് എതിരെ വന്നാലും പഴയ പോലെ അടിച്ച് വീഴ്ച തീർക്കുക എന്നുള്ള ലൈൻ ഇല്ലേ ഇപ്പോൾ നിലവിൽ? ദൈവത്തിൻ്റെ സെല്ലിൽ ചെന്നിട്ട് അവിടെ കവന്ന് വീഴാനുള്ള ഒരു ശേഷി, ആ ഒരു കഴിവ് ഇപ്പം മോശയ്ക്കുണ്ട്. നമ്മൾ ചിലതൊന്നും കാണില്ലായിരിക്കും, പക്ഷേ എന്താ ഉള്ളതെന്ന് ഇന്ന് പൽക്കാലം തിരിച്ചറിയണം. അത് ദൈവം തന്നിട്ടുള്ളതാണ്. സഭയിലാക്കാൻ വേണ്ടി നമ്മൾ ചെന്നിട്ടുള്ള അഭിഷേകമാണ്, കൃപയാണ്, വരമാണ്. ചിലപ്പോൾ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. അത് ദൈവം തന്നിട്ടുള്ളതാണ്. സഭയിലുള്ളവർക്ക് വിഷമമുണ്ടായി, ഒരു പ്രയാസമുണ്ടായി, കുടുംബത്തിലുള്ളവർക്ക് പ്രയാസമുണ്ടായി, നിങ്ങളുടെ ഉള്ളിൽ നോവുണ്ടാവുന്നുണ്ടോ? ആ ദൈവം തന്നിട്ടുള്ളതാണ്. ഈ സ്വാർത്ഥമായ ലോകത്ത് മറ്റൊരാളെ പറ്റി കരുതാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ദൈവം തന്നിട്ടുള്ളതാണത് ആണ്. അപ്പം നമ്മൾ ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടത് എനിക്ക് എന്തില്ല എന്നുള്ളത് മാത്രമല്ല, എന്തെല്ലാം ദൈവം തന്നിട്ടാണ് ഈ സഭയിൽ ആക്കിയിട്ടുള്ളത് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ദൈവം ചെയ്യുന്നത്. ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാനായിട്ട് ചിലത് ദൈവം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ചില മാനം കൊടുത്തിട്ടുണ്ട്. പൽക്കാലം ജീവിതത്തിനകത്ത് കർത്താവേ, ഞാൻ ചിലതിൽ പുറകിലാണ്, എനിക്ക് ചില കാര്യങ്ങൾ ഇല്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് പല കാര്യങ്ങളില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം ചില മാനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിനൊന്ന് മാനിക്കാനായിട്ട് താല്പര്യം തോന്നുന്നുണ്ട്. നമ്മൾ ദൈവത്തിൽ നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ദൈവത്തിന് നമ്മളെ മാനിക്കുവാനായിട്ട് കഴിയും. തകർന്ന ചില ഹൃദയങ്ങളെ ദൈവത്തിന് ബലപ്പെടുത്തുവാനുണ്ട്. മൊർദെഖായി ഏറ്റവും തകർക്കപ്പെട്ട് അവനേറ്റവും പ്രയാസമില്ലായി ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് മാത്രം അവൻ തകർക്കപ്പെടുവാനായിട്ട് ഉടങ്ങുന്ന അനുഭവത്തിലാണ് അവനിലേക്ക് മാനം വരുന്നത്, ബഹുമാനം വരുന്നത്. ഹല്ലേലൂയ. ഹന്ന നിരാശപ്പെടാൻ കാരണം എന്താണ്? അവൾക്ക് തലമുറയില്ലായ്മയായിരുന്നു. അപമാനത്തിൻ്റെയും ഇല്ലായ്മയുടെയും ശൂന്യതയുടെ അനുഭവമായിരുന്നു. അവൾക്ക് കൊടുത്തതോ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു പ്രവാചകനെയാണ് മകനായി കൊടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പലതും ഇല്ലായ്മകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അധികം മാനം കൊടുക്കുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലം ഇവിടെയുണ്ട്. നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അധികം മാനം നൽകി തന്നെയാണ്. എവിടെയൊക്കെ നമുക്ക് കുറവുകളുണ്ട്, ഇല്ല എന്നല്ല. ചില കാര്യങ്ങളിൽ നമുക്ക് വീഴ്ചകൾ ഇല്ല എന്നല്ല. മറ്റുള്ള പലരെ പോലെയും പ്രാപ്തികളുണ്ട്. കുടുംബത്തിൽ പോലും വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവാം. പക്ഷേ അധികം മാനം കൊടുക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നു. അധികം മാനം തരുന്ന ഒരു ദൈവത്തെ നാം പിൻപറ്റുന്നു. ഹല്ലേലൂയ. നമ്മളെ മാന്യതയിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നാം പിൻപറ്റുന്ന പൽക്കാലം. അതാണ് ഞാൻ പറഞ്ഞത് എംപവർമെൻറ്റ് എന്ന് പറയാൻ കാരണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? പങ്കുവെക്കലാണ്. 26 തൊട്ടുള്ള വാക്യം, 26-27 വാക്യങ്ങൾ. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. മതി, അത് മതിയാവും. ഇതൊരു ഷെയറിംഗ് ആണ്. സന്തോഷം വന്നാലും പങ്കുവയ്ക്കും, സങ്കടം വന്നാലും പങ്കുവയ്ക്കും. നമ്മൾ എത്രത്തോളം അതിനകത്ത് കൃത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഒരു സഭയുടെ ലക്ഷണമാണ്. സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്നു, സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നു, ഉള്ളതും പങ്കുവയ്ക്കുന്നു, ഇല്ലായ്മകളും പങ്കുവയ്ക്കുന്നു. പലപ്പോഴും നമ്മളിലുള്ള ഒരു രീതി, ഉള്ളത് പങ്കുവയ്ക്കാൻ നമുക്ക് സന്തോഷമുണ്ടാവാം, ഇല്ലായ്മകൾ പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊരു ശൈലിയാണ്. മറ്റൊന്ന്, ഇല്ലായ്മകൾ മാത്രം പറയുകയും ഉള്ളപ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയുണ്ട്. ആളുകൾ പല രീതിയിലാണ്. പക്ഷേ സഭയുടെ ഒരു ക്രമം എന്താണെന്നറിയാമോ? ഉള്ളതും പങ്കുവെക്കുക, ഇല്ലായ്മകളും പങ്കുവെക്കുക, അല്ലേ? ഒരുത്തൻ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ അനുഭവിക്കുന്നത്? എല്ലാവരും കൂടിയാണ് അനുഭവിക്കുക. ഒരാൾക്കൊരു മാനം വന്നാൽ, ബഹുമാനം വന്നാൽ, നന്മ വന്നാൽ അത് എല്ലാവർക്കും കൂടിയാണ്. സഭ അങ്ങനെയാണ് വളരുന്നത്, സഭ അങ്ങനെയാണ് നിൽക്കുന്നത്, സഭ അങ്ങനെയാണ് ഒന്നായി മാറുന്നത്. ഇല്ലായ്മകൾ ഉള്ളത് ഇല്ലായ്മകളുമായിട്ട്
ഒരു ലെവലപ്പ് ചെയ്യുന്നൊരനുഭവം. ഈ റോഡൊക്കെ ടാർ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ചില മെഷീൻ വന്നിട്ട് കുണ്ടും കുഴിയൊക്കെ നിവർത്തി പോകുന്നത്. ചില മേഖലയിൽ കൂടുതലും മെറ്റൽ വേണ്ടി വരും, ചിലയിടത്ത് കുറച്ച് മതി അല്ലേ? അങ്ങനെയല്ലേ, ലെവലപ്പ് ചെയ്തല്ലേ പോകുന്നത്? അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ജീവിത കർത്താവ് പണിയുന്നത് അങ്ങനെയാണ്. എവിടെയെല്ലാം പരിമിതികളുണ്ടോ അവിടെയൊക്കെ സഭയിൽ തന്നെ അതിൻ്റെ പരിഹാരങ്ങളുണ്ട്. എവിടെയെങ്കിലും കുറവുകളുണ്ടോ സഭയിൽ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട്. എവിടെയെങ്കിലും കൂടുതലുണ്ടോ അത് എവിടെയിട്ട് നികത്തണമെന്നുള്ള സംവിധാനം സഭയ്ക്കകത്തുണ്ട്. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കപ്പെടുന്ന ഇടം തന്നെയാണ് സഭ കൂടിവരവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം ഇവിടെ സാക്ഷ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് നാം ദൈവസേനയിൽ വളരുന്നത്. ഇന്ന് പോൽക്കാലം ഹൃദയത്തിൽ സങ്കടങ്ങളുള്ളവർക്ക് പകരാനുള്ള ഇടമാണ് ദൈവ സാന്നിധ്യം. സങ്കടങ്ങളുള്ളവർക്ക് വിളിച്ചു പറയാനുള്ള ഇടമാണ് ദൈവ സാന്നിധ്യം. സന്തോഷങ്ങളെ ദൈവനാമ മഹത്വത്തിന് വിളിച്ചു പറയാനുള്ള ഇടമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇന്ന് പോൽക്കാലം അത്തരത്തിലൊരു അനുഭവത്തിലേക്ക്, നിറവിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയണം. നമ്മളെ വിളിച്ച കർത്താവ് നമ്മളെ വെറുതെ വിളിച്ചിട്ടില്ല. നമ്മളെ വിളിച്ച കർത്താവ് നമ്മളിൽ ചില വരങ്ങളോടും ചില കൃപകളോടും ചില ലക്ഷ്യങ്ങളോടുമാണ് വിളിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും വെറുതെ വന്നവരല്ല. അങ്ങനെ വരാൻ ഒരാൾക്ക് കഴിയത്തുമില്ല. പിതാവ് ആകർഷിച്ചിട്ടില്ല, അത് ആരും ഇവിടെ എത്തുന്നില്ല. ഇന്ന് പൽക്കാലം നമ്മളിൽ കർത്താവ് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് ഇന്ന് പൽക്കാലം നമുക്കുണ്ടാകട്ടെ. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ ആരംഭിക്കാം, കർത്താവേ എന്തിനാണ് നീ എന്നെ വിളിച്ചത്? ഞാൻ പ്രാപ്തിയില്ലാത്തവനാണ്. ഞാൻ ദൈവസേനയിൽ എൻ്റെ ദൈവ വിളി വന്നപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പ്രസംഗിക്കാനൊന്നും കഴിവുള്ള ആളല്ല. എൻ്റെ അനിയനാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പ്രസംഗിച്ചോളൂ, അവനെ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ലേ, നമുക്ക് തോന്നില്ലേ? മോശം ചോദിച്ച പോലെയൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. സംസാരിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. നമ്മൾക്ക് ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട് ദൈവമക്കളെ, നമുക്കൊത്തിരി പരിമിതികളുണ്ട്. പക്ഷേ ആ കുറവിനകത്തേക്ക് അധികം മാനം തരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് കേട്ടോ. നമ്മുടെ ശൂന്യതകളെ നികത്തുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ ഇല്ലായ്മകളെ പരിഹരിക്കാനുള്ള ഒരു സിസ്റ്റം കർത്താവിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ശൂന്യതകളെ പരിഹരിക്കാൻ കർത്താവിനറിയാം. കുറവുള്ളതിനധികം മാനം കൊടുക്കുന്നൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. കുറവുള്ളതിനെയും നിയമിക്കുന്ന കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. കുറവുള്ളതിനെ നിയമിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. IAS പാസ്സാകാത്ത ഒരാളെ കളക്ടറായിട്ട് നിയമിക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. പക്ഷെ നമ്മളെന്തെങ്കിലും പാസ്സായിട്ടാണോ നമ്മളെ നിയമിച്ചത്? അല്ല. നമ്മൾ വിശുദ്ധന്മാരെ നമ്മളെ ദൈവവചനം വിളിക്കുന്നു, വിശുദ്ധരായതുകൊണ്ടാണോ? അല്ല. നമ്മളെവിടെ തെളിയിച്ചിട്ടുള്ളൂ നമ്മൾ വിശുദ്ധരാണെന്ന്? ഇല്ല. വിശ്വസ്തരാണ് നമ്മൾ തെളിയിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ വന്നിരിക്കാൻ നമുക്ക് ഭാഗ്യം തന്നത്? അവൻ നമ്മൾ കുറവുള്ളതിനെയും അവൻ പരിഗണിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കുറവുള്ളതിനെയും അംഗീകരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ കുറവുള്ളതിനെ ചേർത്ത് നിർത്തുന്ന, ബലപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മളായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ്